ഭാരതാംബയുടെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ. ലോക്ഭവനിൽ അംബേദ്കർ ജയന്തി ആഘോഷത്തിനിടെയാണ് ഭാരതാംബയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തിയത്. ഡോക്ടർ BR അംബേദ്കറുടെ ഛായാചിത്രത്തിലും പുഷ്പാർച്ചന നടത്തി. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറും ഒപ്പമുണ്ടായിരുന്നു. കണ്ണൂരിലെ നിതിൻ രാജിന്റെ മരണവും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പരാമർശിച്ചു. തുല്യരായി ജനിച്ചവർക്ക് തുല്യരായി മരിക്കാനും അവകാശമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നിശബ്ദതയും ഉച്ചനീചത്വവും തകർക്കാൻ വിദ്യാഭ്യാസം ആയുധമാക്കണമെന്ന് അംബേദ്കറുടെ ആഹ്വാനവും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ശ്യാമപ്രസാദ് ചേർന്നുണ്ട് വിശദാംശങ്ങൾ നൽകാനായി. ശ്യാം, വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ചൂണ്ടിക്കാണിച്ചത്. അതിൻ്റെ വിശദാംശങ്ങളിൽ കിടക്കണം. ഒപ്പം ലോക്ഭവനിലെ ഭാരതാംബയുടെ ഛായാചിത്രത്തിൽ ഒരു തരി പോലും പുഷ്പം സമർപ്പിക്കപ്പെടരുത് എന്ന് വാശി പിടിക്കുന്ന ഒരു പറ്റം ആൾക്കാർ ഈ കേരളത്തിലുണ്ട്. അവരുടെയൊക്കെ മുന്നിലാണ് ഇന്ന് ഈ പവിത്രമായ ചടങ്ങ് നടക്കുന്നത്. എങ്ങനെ വിലയിരുത്താം? തീർച്ചയായും ശ്യാം, ലോക്ഭവനിലെ പ്രത്യേക ഹാളിൽ സജ്ജമാക്കിയ ഭാരതാംബയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തിക്കൊണ്ട് തന്നെയാണ് ഹൈക്കോടതി ജസ്റ്റിസ് കൂടിയായ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഇത്തരത്തിൽ ഈ പ്രഭാഷണ പരിപാടിക്ക് തന്നെ തുടക്കം കുറിച്ചത്. ഒപ്പം തന്നെ BR അംബേദ്കറുടെ ഛായാചിത്രത്തിന് മുന്നിലും അദ്ദേഹം പുഷ്പാർച്ചന നടത്തുകയും ചെയ്തു. എന്തായാലും നിലവിൽ ഭാരതാംബ ചിത്രത്തിൽ ഇത്തരത്തിൽ ഈ ഒരു ലോക്ഭവനിലെ ഹാളിൽ ചിത്രീകരിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിൽ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പോലും ഈ പ്രഭാഷണ പരമ്പരയ്ക്ക് എത്തുകയും ഭാരതാംബ ചിത്രത്തിലടക്കം പുഷ്പാർച്ചന നടത്തുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായത്. എന്തായാലും ഈ BR അംബേദ്കറുടെ ഈ ജയന്തി നാളിൽ പ്രത്യേകമായി വിദ്യാഭ്യാസത്തിന് കാതലായ ഒരു പരിഗണന ലഭിക്കണമെന്നായിരുന്നു ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ്റെ വാക്കുകളിലെല്ലാം തന്നെ നിറഞ്ഞത്. ഒപ്പം തന്നെ ഉച്ചനീചത്വങ്ങളും സാമൂഹിക അസമത്വങ്ങളുമെല്ലാം തന്നെ വിദ്യാഭ്യാസത്തെ ഇല്ലാതാക്കുന്ന ഒരു കാലഘട്ടമാണ്. എന്നാൽ BR അംബേദ്കർ അത് ആഹ്വാനം ചെയ്തിരുന്നില്ല. പ്രധാനമായും വിദ്യാഭ്യാസമായിരുന്നു അദ്ദേഹം ആഹ്വാനം ചെയ്തിരുന്നതെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പ്രസംഗത്തിലുടനീളം ഓർമ്മിപ്പിക്കുകയും ചെയ്തു. BR അംബേദ്കറുടെ പ്രസംഗങ്ങളിലെല്ലാം തന്നെ ഉടനീളം നിറഞ്ഞു നിൽക്കുന്നതും വിദ്യാഭ്യാസത്തിൻ്റെ കാതലായ മാറ്റങ്ങളെക്കുറിച്ചുമായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുകയും ചെയ്തത്. ഒപ്പം തന്നെ പ്രസംഗം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം അവസാനിക്കാറാകുമ്പോഴേക്കും കണ്ണൂരിലെ നിതിൻ രാജിൻ്റെ മരണത്തെക്കുറിച്ചും ഒരു പരാമർശം നടത്തുകയും ചെയ്തു. പ്രധാനമായി എല്ലാവരും തുല്യരായാണ് ജനിക്കുന്നതെന്നും തുല്യരായി മരിക്കാനുള്ള അവകാശം കൂടി ഉണ്ടാകണമെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നു. എന്തായാലും ഒപ്പം തന്നെ കേരള ഗവർണർ കൂടിയായ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു വെക്കുകയും ചെയ്തു. BR അംബേദ്കർ എന്ന് പറയുന്നത് ഒരു ദളിത് നേതാവായി മാത്രം ജനങ്ങൾ കാണരുതെന്നും അദ്ദേഹം ദേശീയ നേതാവാണെന്ന് കൂടി വ്യക്തമാക്കുകയും ചെയ്തു. എന്തായാലും സാമൂഹിക ഉച്ചനീചത്വങ്ങൾക്കെതിരെ ശക്തമായി പോരാടിയ ഒരു വ്യക്തിയാണ്. അതിനാൽ തന്നെ രാജ്യം അർഹമായ ഒരു പ്രാധാന്യം ഇന്നും നൽകണമെന്നായിരുന്നു അദ്ദേഹം ഓർമ്മിപ്പിക്കുകയും ചെയ്തത്. എന്തായാലും പ്രൗഢഗംഭീരമായ ഈ ഒരു ചടങ്ങിലേക്ക് സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖരെല്ലാം തന്നെ ഇതിൽ പങ്കെടുക്കുകയും ചെയ്തു. മോഹൻ കുന്നുമ്മൽ, ഒപ്പം തന്നെ TP ശ്രീനിവാസൻ അടക്കമുള്ള വ്യക്തികളെല്ലാം തന്നെ ഈ ഒരു ചടങ്ങിലേക്ക് എത്തുകയും ചെയ്തു. എന്തായാലും ക്ഷണിക്കപ്പെട്ട അതിഥികൾക്ക് നടുവിലായിരുന്നു ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഇത്തരത്തിൽ ഭാരതാംബയുടെയും BR അംബേദ്കറുടെയും ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തിക്കൊണ്ട് സുദീർഘമായ ഒരു പ്രഭാഷണം നടത്തിയത്. ശ്യാമപ്രസാദാണ് വിശദാംശങ്ങൾ കൃത്യമായി